Hi friends, welcome to our class. Now we are discussing the topic food through digestive tract. Did you study our topics well? Okay. In previous class we are discussing about different nutrients in food, then parts of human digestive system, then changes happen to food inside the mouth, structure of teeth, food through the esophagus, and food inside the mouth, inside the stomach. Today we study the topic food in the small intestine. Food in the small intestine. This is our today's topic. നമ്മുടെ സെക്കൻഡ് ലെസണിൽ നമ്മൾ കുറച്ച് ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്, ആ ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ്, ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിക്കുന്ന ഫുഡ് മൗത്തിലെത്തി, മൗത്തിൽ നടക്കുന്ന ഡൈജഷൻസ് എന്തൊക്കെയാണ്, മൗത്തിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്സ് ഏതെല്ലാമാണ്, അതേപോലെ മൗത്തിൽ നിന്ന് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇസോഫാഗസിലേക്ക് എത്തുമ്പോൾ അവിടെ ഫാരിൻസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഫാരിൻസിലെ വ്യൂള ആൻഡ് എപ്പിഗ്ലോട്ടിസ് രണ്ട് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അവരുടെ ഫങ്ഷൻസ് എന്താണ്, ദെൻ സ്റ്റൊമക്കിനകത്ത് ഫുഡിന് എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നു, സ്റ്റൊമക്കിലെ ഫുഡിന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലെ കമ്പോണൻസ് എന്തെല്ലാമാണ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകും. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അബൌട്ട് 5 to 6 meters long. It is found in the abdomen in the form of multiple folds and coils. Hence, food moves very slowly through the small intestine. Human small intestine is about 5 to 6 meters long. It's a very long structure and it is found in the abdomen in the form of a multiple folds and coils. Hence, food moves very slowly through the small intestine. അബ്ഡോമിനകത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് വലിയൊരു നീളമുള്ള 5 to 6 മീറ്റേഴ്സ് നീളമുള്ള ഒരു ലോങ് ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഈ ട്യൂബുലാർ സ്ട്രക്ചർ ഫോൾഡുകളും കോയിലുകളുമായിട്ട്, മടക്കുകളും ചുളിവുകളുമായിട്ടാണ് അബ്ഡോമിനകത്ത് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചുളിവുകളും മടക്കുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെയുള്ള ഫുഡിൻ്റെ പാസേജ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെയുള്ള ഫുഡിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയും വളഞ്ഞു തിരിഞ്ഞിട്ടുള്ളൊരു വഴിയും ഉണ്ടെന്ന് കരുതുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആ യാത്ര നമുക്ക് വളരെ ഫാസ്റ്റായിട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്നാൽ വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള വഴിയിലൂടെയാണെങ്കിലോ നമുക്ക് എത്താനായിട്ട് കുറച്ചുകൂടി കൂടുതൽ സമയം ആവശ്യമായിരിക്കും. പക്ഷെ നമുക്ക് അവിടുത്തെ വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് കുറച്ച് കൂടുതൽ സമയം എടുത്താലും കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാനുള്ള സമയം അവിടെ കിട്ടും. കുറച്ച് കൂടുതൽ സമയം നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് അവിടെ വേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഫുഡിൻ്റെ മൂവ്മെൻറ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും അതിന്. ഇനി സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷൻ വളരെ സ്മൂത്തായ രീതിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് വെച്ച് കംപ്ലീറ്റ് ആക്കാനും അതിനുശേഷമുള്ള അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് നിന്ന് ന്യൂട്രിയൻസിനെ സിമ്പിൾ ഫോമിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും. നമ്മുടെ ബോഡിയിലേക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും നമുക്കിതിലൂടെ സാധിക്കും. ഓക്കെ, ദ കംപ്ലീഷൻ ഓഫ് digestion and the beginning of the absorption of food take place in the small intestine. The small intestine is very important. It is the point of completion of digestion and the beginning of absorption of food. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള റീജിയനിൽ വെച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്.
ഇതേപോലെ തന്നെ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് ഡൈജഷനിലെ ഫുഡ് പാർട്ടിക്കിൾസിനെ, കോംപ്ലക്സ് ഫോമിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഫുഡിനെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടും സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ്. The completion of digestion and the beginning of absorption of food take place in the small intestine. From the stomach, the food in the paste form enters the duodenum, which is the initial part of the small intestine. This region is the stomach. We know stomach contains gastric juice. This gastric juice helps the digestion in the stomach. The food in the paste form of the stomach. നമ്മുടെ സ്റ്റൊമക്കിനകത്തിരിക്കുന്ന ഫുഡ് ഡൈജഷനൊക്കെ കഴിഞ്ഞ് പേസ്റ്റ് ഫോമിലായിട്ട് മാറിയിട്ടിരിക്കും. ഈ പേസ്റ്റ് ഫോമിലുള്ള ഫുഡ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. Duodenum is a U-shaped structure. Duodenum is a U-shaped structure. It is the initial part of the small intestine. Duodenum is a U-shaped structure. It is the initial part of the small intestine. Stomach leads to the duodenum, then duodenum reaches to the small intestine. This duodenum is the initial part of the small intestine. It is a C-shaped structure or U-shaped structure. It stretches the digestive juices secreted by the liver and the pancreas reaches the duodenum through a common duct. The enzymes in these juices act upon the partially digested food and enhances the process of digestion. This is the structure of liver and pancreas. Liver is the largest gland of the body. It is situated in the abdominal cavity just below the diaphragm and has 2 lobes. It is the largest gland of the body. This liver is the largest gland of the body. It is situated in the abdominal cavity just below the diaphragm and has 2 lobes. It is a 2-lobed structure. It is situated just below the diaphragm. Okay, it is the structure of liver. This liver secretes bile. It is stored in the gallbladder. This gallbladder is a thin muscular structure. It is secreted, liver secretes bile. It is stored in the gallbladder. This gallbladder is a thin muscular structure. Enzymes are absent in the bile secreted by the liver. This bile has no enzymes. It helps in digestion by breaking down fat into smaller particles and making the food alkaline. This bile helps in digestion by breaking down the fat into smaller particles and make the food alkaline. That is about the liver. It is the largest gland in the body. It produces bile. This bile is stored in the gallbladder. It helps in digestion by breaking down fat into smaller particles and making the food alkaline. ലിവർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്.
ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ്റെ പേരാണ് ബൈൽ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനെ ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ആവശ്യമാകുമ്പോൾ മാത്രമേ അതിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ഒരു സ്റ്റോറേജ് പ്ലേസാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഇനി ഈ ബൈലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റിനെ സിംപ്ലസ്റ്റ് പാർട്ടിക്കിൾസ് ആക്കിയിട്ട്, കോമ്പൗണ്ട് ഫോമിലുള്ള ഫാറ്റിനെ സിംപ്ലസ്റ്റ് പാർട്ടിക്കിൾസ് ആക്കി ബ്രേക്ക് ചെയ്യാനായിട്ട് ബൈൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന ഫുഡിന് ഒരു ആൽക്കലൈൻ മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ബൈൽ തന്നെയാണ്. നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലുള്ളത് കൊണ്ട് സ്റ്റൊമക്കിനകത്തുള്ള ഡൈജഷൻ്റെ സമയത്ത് അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് അസിഡിക് മീഡിയം ആയിരിക്കും. ഫുഡ് പേസ്റ്റ് ഫോമിൽ സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഡിയോഡിനം എന്നുള്ള റീജിയനിലേക്കായിരിക്കും നമ്മുടെ ഈ കോമൺ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വരുന്ന ഈ സെക്രീഷൻ ഇനിയുള്ള ഫുഡിൻ്റെ പാസേജിൽ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന ഫുഡിനെ ഒരു ആൽക്കലൈൻ മീഡിയം ആക്കി കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് റീജിയൻ ഈസ് ദി പാൻക്രിയാസ്. Pancreas is a compound elongated organ situated between the limbs of the U-shaped duodenum. It is a compound elongated organ. It is situated between the limbs of the U-shaped duodenum. Its position, look, it is situated between the limbs of the duodenum. This duodenum is a U-shaped structure. It secretes pancreatic juice. This bile and the pancreatic juice reach the duodenum through a common duct. This bile and a pancreatic juice reach the duodenum through a common duct. Okay, what is the function of liver? Liver produce bile. It is stored in gallbladder. It helps in digestion by breaking down fat into smaller particles and making the food alkaline. Then next we study about pancreas. It secretes pancreatic juice. Okay. Pancreatic juice contain different components. These are pancreatic amylase, trypsin and pancreatic lipase. Pancreatic amylase, trypsin and pancreatic lipase. These are the different enzymes present in the pancreatic juice. This pancreatic juice produced by pancreas. Then what is the action of these enzymes? These pancreatic enzymes helps to convert starch to maltose. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പാൻക്രിയാറ്റിക് അമൈലേസ്. Next enzyme is the trypsin. This trypsin helps to convert proteins to peptides. പ്രോട്ടീനെ പെപ്റ്റൈഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ, പെപ്റ്റൈഡാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് trypsin. Third one is the pancreatic lipase. This pancreatic lipase helps the digestion of fat. It converts fat to fatty acid and glycerols. ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. Which are the enzymes in the pancreatic juice? These are pancreatic amylase, trypsin and pancreatic lipase. This pancreatic amylase helps to convert starch to maltose. Trypsin convert protein to peptides. Lipase convert fat to fatty acid and glycerol. When food moves forward from duodenum, it gets mixed with the intestinal juice secreted by the glands in the small intestine. Different enzymes are present in the intestinal juice. These are the peptidase and disaccharides like maltase, lactase and sucrase.
ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഡിയോഡിനത്തിൽ കൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഇന്നർ വാളിൽ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനകത്ത് പെപ്റ്റിഡേസും അതേപോലെ തന്നെ ഡൈസാക്രിഡേസും ആയിട്ടുള്ള എൻസൈംസ് പ്രസൻ്റ് ആണ്. ദിസ് പെപ്റ്റിഡേസ് ആൻഡ് ഡൈസാക്രൈഡ്സ് ലൈക്ക് മാൾട്ടേസ്, ലാക്ടേസ് ആൻഡ് സുക്രേസ് ആർ present in the intestinal juice. Then what is the role of these enzymes? Peptidase helps to digest peptides to give amino acid. Peptidase helps to convert peptides to amino acids. Maltase helps to convert maltose to glucose. Lactase convert lactose to glucose and galactose. Sucrase convert sucrose to glucose and fructose. First one is the peptidase. It helps to conversion of peptides to amino acids. Peptides ne amino acid ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് peptidase. Maltase it convert maltose to glucose. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ്. ലാക്ടേസ് ഇറ്റ് ഹെൽപ്സ് ടു കൺവേർട്ട് ലാക്ടോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ലാക്ടേസ് എന്നുള്ള എൻസൈം ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. സുക്രേസ് ഇറ്റ് കൺവേർട്ട് സുക്രോസ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. സുക്രേസ് എന്നുള്ള എൻസൈം സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഈ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ് ഇവരെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ്റെയും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോംസ് ആണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്ന വിച്ച് ആർ ദി ഫൈനൽ പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ ഓർ എൻഡ് പ്രോഡക്ട്സ് ഓഫ് ദി ഡൈജഷൻ. ഫസ്റ്റ് we take carbohydrate. We know this carbohydrate is a complex form of food. It converted into glucose, galactose and fructose. Glucose, galactose and fructose, these are the end product of carbohydrate. In this way, amino acids is the end product of protein. After the digestion, the protein converted into protein converts into amino acid. These amino acids are the simplest form of protein. Fat converted into fatty acid and glycerol. End product of fat is the fat. End product of fat is fatty acid and glycerol. Absorption of simple nutrients begins in the small intestine. The number of small finger-like projections are seen in the wall of the intestine. This is called villi. Singular, villas. It helps to increase the surface area of absorption of nutrients. Small intestine internal structure നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് മ്യൂക്കോസ. ഈ മ്യൂക്കോസ എന്നുള്ള ലെയറിനകത്ത് കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, വിരലുകൾ പോലെയുള്ള കുറേ പ്രൊജക്ഷൻസ് കാണാം. ദാറ്റ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ കോൾഡ് വില്ലൈ. ആ ഫിംഗർ പോലെയുള്ള ആ പ്രൊജക്ഷൻസിനെ പറയുന്ന പേരാണ് വില്ലൈ. ഒറ്റ വില്ലൈനെയാണ് ഒറ്റ സിംഗുലറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ വില്ലസ് എന്ന് പറയും. ഈ വില്ലൈ എന്നുള്ള സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ അബ്സോർപ്ഷൻ ഏരിയ, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള ഏരിയ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ഇന്നറിലുള്ള സ്ട്രക്ചറിലാണ് ഈ വില്ലസ് ഉള്ളത്. ഏറ്റവും ഇന്നർ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇന്നർ ലെയറിൻ്റെ പേരാണ് മ്യൂക്കോസ. ഈ മ്യൂക്കോസ എന്നുള്ള ലെയറിനകത്ത് ചെറിയ ചെറിയ പ്രൊജക്ഷൻസ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് വില്ലൈ. ഈ വില്ലൈ എന്ന് പറയുന്നത്
ചുളിവുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുന്ന കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഏരിയ കാണാം അവിടെ. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ, ഈ വില്ല എന്നുള്ള സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. എന്താണ് ഈ വില്ലയുടെ റോള്? അബ്സോർപ്ഷൻ എന്നുള്ളതാണ് വില്ലയുടെ റോള്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് ഡൈജഷൻ കഴിഞ്ഞിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസിനെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്സാണ് ഈ വില്ല എന്ന് പറയുന്നത്. അപ്പോൾ വില്ല ഹെൽപ്സ് ടു ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ വില്ലയുടെ ഫങ്ഷൻ. This is the structure of villi or villus. It is a single structure, it is a villus. It is a small finger-like projections seen in the wall of the intestine. It is covered with a single layer of cells. It has only single layered cells. Its outer layer is a single layered cells. They also contain blood capillaries and lacteals. It contains blood capillaries and lacteals. The lymph capillaries. In the structure of villi, we can see an outer layer. This outer layer is covered with a single layer of cells. This outer layer is built with a single layer of cells. Then its internal structure, we can see arteries and veins. This red colored tubular parts are the arteries. Then blue colored structures are the veins. In between the arteries and vein, we can see lymph duct. The inner side of the villi, these arteries and veins again divided into small tubular structures. That is, small tubular structures are called capillaries. Then lymph duct extends to inner side, that is called lacteal. After the digestion of nutrients, the food particles, the carbohydrate and the protein converted to form its simplest form. These are the amino acids, glucose, fructose and galactose. These simple water soluble forms absorbed into the blood through these capillaries. And after the digestion of fat, fatty acid and glycerols are formed. This fatty acid and glycerols enters into the lacteal. Then we say about the functions of capillaries. Glucose, fructose, galactose and amino acids are absorbed into the blood. That is the function of capillaries. Capillaries helps to absorb the simplest form of carbohydrate and protein. Then lacteals help to absorb the fatty acid and glycerol into the lymph. Fatty acid and glycerols are absorbed into the lymph of lacteals. Okay, these are the parts of villi. This portion is very important. You should study to draw the structure of villi and its functions. Nutrients are made into simpler compounds by the process of digestion. After the process of digestion, the simpler compounds are absorbed into the blood and the lymph. The lymph also reaches the blood
Finally, the smaller compounds that enter the lymph enters and get mixed with the blood. Let us see how the simple compound reach the cell. It is by the process of diffusion and osmosis. That the simple substance necessary for the substance of life reach the cells. The process of diffusion and osmosis that we can discuss in our next class. Okay. Today's class all of you study